Hello my dear students, welcome to EduZone, the commerce platform. EduZone, the commerce platformയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചാപ്റ്ററിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പറഞ്ഞു അല്ലേ? അല്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ട്രേഡിംഗ് പറഞ്ഞു, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്, എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് 3 വീഡിയോ ആയിട്ട് ചെയ്യാം. വാട്ട് യു മീൻ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട്, അതൊരു അക്കൗണ്ടാണ്. പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദി നെറ്റ് പ്രോഫിറ്റ് ഏൺഡ് ഓർ നെറ്റ് ലോസ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഡ്യൂരിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ നെറ്റ് ലാഭമോ നെറ്റ് ലോസോ നമുക്ക് കണ്ടെത്താൻ നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഒരു അക്കൗണ്ടിങ് ഇയറിലെ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് അറിയാനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിന് പറയുന്ന പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദി നെറ്റ് പ്രോഫിറ്റ് ഏൺഡ് ഓർ നെറ്റ് ലോസ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഡ്യൂരിങ് ആൻ അക്കൗണ്ടിങ് പീരിയഡ്. ഓക്കെ, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എല്ലാ എക്സ്പെൻസും ലോസും ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകവും ലാഭവും, വരുമാനവും ലാഭവും ക്രെഡിറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ലോസ്, ക്രെഡിറ്റഡ് വിത്ത് ഇൻകം ആൻഡ് പ്രോഫിറ്റ്. ഇൻകവും വരുമാനവും ലാഭവും ക്രെഡിറ്റ് ചെയ്യും, അപ്പോൾ ഡെബിറ്റ് ചെയ്യൽ എന്തായിരിക്കും? ചെലവും നഷ്ടവും. ഇനി ഇതിൽ പറയാൻ പോകുന്ന ഒരു കാര്യം, ദിസ് അക്കൗണ്ട് ബിഗിൻസ് വിത്ത് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ബ്രോട്ട് ഡൗൺ ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട്. ഇതിൽ അക്കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യൽ എങ്ങനെയായിരിക്കും? ബിഗിൻസ് വിത്ത് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കിയല്ലോ, അതിലെ ലാസ്റ്റ് കിട്ടിയ ബാലൻസ്, അത് മേ ബി ഗ്രോസ് പ്രോഫിറ്റ് ആവാം, ഗ്രോസ് ലോസ് ആവാം. ഇതായിരിക്കും നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബിഗിൻ ചെയ്യുന്നത് ഒന്നുകിൽ ഗ്രോസ് ലോസ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്നോ അതിലെ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ഈ ഫോർമാറ്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇത് ശരിക്കൊന്ന് നോക്കുക. ഇതിങ്ങനെ കണ്ട് പഠിക്കുന്നതിനേക്കാളേറെ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ആ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ ഐറ്റംസ് ഏത് സൈഡിലാണ്, ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ എന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടി ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രോബ്ലം, അതായത് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുക, എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് മിസ്റ്റർ തോമസ് ആൻഡ് സൺ ഫ്രം ദി ഇയർ 31 March 2008. ഓക്കെ, 2008 കാര്യമാണ് പറയണത്. നമുക്ക് ഫസ്റ്റ് പോയിൻ്റ്, നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടണം അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പിന്നെ പ്രിൻറ്റിങ് ചാർജ്, സാലറി, ക്യാരേജ് ഔട്ട്വേർഡ്, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യണം, നമുക്ക് കിട്ടുകയാണ്, അതൊരു ഇൻകമാണ്. ഇൻകം നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? ഇൻകം ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കണം. ബാഡ് ഡെബ്റ്റ്സ്, ഇൻഷുറൻസ് ചാർജ്, ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഈ ഐറ്റംസൊക്കെ അതിൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ സൈഡിൽ എഴുതുമെന്ന് നോക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആദ്യം നമ്മൾ ആ ഒരു ഫോർമാറ്റ് നോക്കുക. ആ ഫോർമാറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതായത് ഗ്രോസ് പ്രോഫിറ്റ് ഏത് സൈഡിലാണ് എഴുതുക. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മളൊരു ടിപ്സ് നോക്കിയില്ലായിരുന്നോ? ഏത് സൈഡിലാണ് എഴുതുക എന്നുള്ളതിന്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ TD, ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ TC. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ PD, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ PC. അങ്ങനെ ആദ്യം നമ്മളൊന്ന് എഴുതി വെക്കുക. അതിനാദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഈ ഫോർമാറ്റ് എഴുതിയതൊന്ന് നോക്കുക, എന്നിട്ട് നമ്മളിതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊന്ന് എഴുതി വയ്ക്കുക. ഓരോ ഐറ്റംസും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ PD ആണോ PC ആണോ എന്ന് ആദ്യം പെൻസിൽ കൊണ്ടൊന്ന് അടയാളപ്പെടുത്തുക. ഓരോ ഐറ്റംസ് ഒന്ന് വായിച്ച് നോക്കി. ഗ്രോസ് പ്രോഫിറ്റ്
അത് നമ്മുടെ വരുമാനമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ഉണ്ടാകുക, നമ്മുടെ വരുമാനം ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് നമ്മുടെ വരുമാനമാണ്. അപ്പോൾ നമ്മൾ എവിടെ എഴുതണം, ക്രെഡിറ്റ് സൈഡിൽ അല്ലേ, ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ PC എന്ന് എഴുതണം. പിന്നെ പ്രിൻറ്റിങ് ചാർജ്, അത് നമ്മൾ പ്രിൻ്റ് ചെയ്തതിന് ക്യാഷ് കൊടുക്കുകയാണ്, നമ്മുടെ എക്സ്പെൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എഴുതണം ഡെബിറ്റ് സൈഡിൽ എഴുതണം PD. അപ്പോൾ പ്രിൻറ്റിങ് ചാർജ് എന്നുള്ളതിൻ്റെ തൊട്ട് നേരെ ലെഫ്റ്റ് സൈഡിൽ PD എന്ന് പെൻസിൽ കൊണ്ട് എഴുതി വെക്കാം. സാലറി നമ്മുടെ എക്സ്പെൻസാണ്, അപ്പം PD. ദെൻ ക്യാരേജ് ഔട്ട്വേർഡ്സ്, അതായത് നമ്മൾ ചാർജ് കൊടുത്താണ്, അതായത് വണ്ടിക്കൂലി കൊടുത്തതാണ്, അത് നമുക്ക് എന്താണ് എക്സ്പെൻസാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണല്ലേ, അതും PD ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആയതുകൊണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പലിശ നമുക്ക് കിട്ടുകയാണ്, നമ്മുടെ വരുമാനമാണോ ഇൻകമാണോ എക്സ്പെൻസ് ആണോ, ഇൻകമാണ്. അപ്പോൾ നമ്മൾ എവിടെ എഴുതണം, ക്രെഡിറ്റ് സൈഡിൽ PC. ഓക്കെ, ഇനി ബാഡ് ഡെറ്റ്സ്, അത് നമുക്കുള്ള ചിലവാണ് അല്ലേ. അപ്പോൾ ബാഡ് ഡെറ്റ്സ് എവിടെ എഴുതണം, നമ്മൾക്ക് കിട്ടാക്കടാണ്, കിട്ടാൻ പ്രയാസമുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡ് PD. ഇൻഷുറൻസ് ചാർജ്, ഇൻഷുറൻസിന് വന്ന ചാർജ് എത്രയാവും, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്, എക്സ്പെൻസാണ്. അപ്പോൾ നമ്മളത് PD ഡെബിറ്റ് സൈഡിൽ. ദെൻ ഡിസ്കൗണ്ട് അലൗഡ്, അവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കാണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡും ഉണ്ട്, ഡിസ്കൗണ്ട് അലൗഡും ഉണ്ട്. ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനമാണ് അല്ലേ, നമുക്ക് അതിന് പകരം ഡിസ്കൗണ്ട് നമ്മൾ അലൗ ചെയ്ത് കൊടുക്കുക, അനുവദിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ക്യാഷിൽ നിന്ന് നമ്മൾ കുറച്ച് കൊടുക്കുകയാണ്, അതായത് നമ്മുടെ ക്യാഷ് കുറയുകയാണ്. അപ്പോൾ നമുക്കത് എക്സ്പെൻസാണ്. ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം, ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം, മാറിപ്പോയരുത് കേട്ടോ. ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് സൈഡിലും ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റ് സൈഡിലും എഴുതണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്രെഡിറ്റ് സൈഡിലും ഇൻട്രസ്റ്റ് പെയ്ഡ് ഡെബിറ്റ് സൈഡിലും എഴുതണം. ഇനി നെക്സ്റ്റ് ഐറ്റം, അതായത് ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ PD എന്നാണ് എഴുതേണ്ടത് അല്ലേ, ചിലവാണ്. ദെൻ ഡിസ്കൗണ്ട് റിസീവ് നമുക്ക് കിട്ടുമ്പോൾ അത് ക്രെഡിറ്റ് സൈഡിൽ, അപ്പോൾ PC, മാറിപ്പോവരുത്. അഡ്വർടൈസ്മെൻറ്റ്, ഒരു പരസ്യത്തിന് വേണ്ടി നമ്മൾ ക്യാഷ് കൊടുക്കുകയാണ് അല്ലേ, അഡ്വർടൈസ്മെൻറ്റ് ചാർജ് നമ്മുടെ എക്സ്പെൻസാണ്, അതും ഡെബിറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ എല്ലാ എക്സ്പെൻസും, ഓൾ എക്സ്പെൻസ് റോട്ട് ഇൻ ടു ഡെബിറ്റ് സൈഡ് ആൻഡ് ഓൾ ഇൻകം പോസ്റ്റഡ് ഇൻ ടു ക്രെഡിറ്റ് സൈഡ്. ആ ഒരു ടിപ്പ് വെച്ചിട്ട് നോക്കുക, എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക, എല്ലാ ഇൻകവും ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്താൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാം അല്ലേ. ഇതുപോലെ ഒരു ഫോമാറ്റ് വരയ്ക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മിസ്റ്റർ ആരുടെ പേരാണോ ഡേറ്റ് എഴുതി വെക്കുക. ഓക്കെ, ഇതൊക്കെ എഴുതി ഇതുപോലൊരു ഫോമാറ്റ് വരയ്ക്കുക. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് കോളം, പർട്ടിക്കുലേഴ്സ് കോളും എമൗണ്ട് കോളും രണ്ട് സൈഡിലും ഉണ്ടാവണം. ഒരു പർട്ടിക്കുലേഴ്സിലെ ലെഫ്റ്റ് സൈഡ് നമ്മൾ എക്സ്പെൻസും പ്രോഫിറ്റും എഴുതാനും, ക്രെഡിറ്റ് സൈഡ് നമ്മുടെ ഇൻകവും ലോസും എഴുതാനുമാണ്. അപ്പോൾ ഒന്നാമത്തത് ഗ്രോസ് പ്രോഫിറ്റാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. അതായത് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എഴുതൽ എവിടെയാണ്, ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ PC എന്ന് എഴുതി വെക്കുക. പിന്നെ രണ്ടാമത്തെ എന്താ ഐറ്റം, പ്രിൻറ്റിങ് ചാർജ് നമുക്ക് പ്രിൻ്റ് ചെയ്തതിന് നമ്മൾ ചാർജ് കൊടുക്കണം, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്, നമ്മുടെ എക്സ്പെൻസാണ്. നമ്മളെന്താ അവിടെ എഴുതിയത്, PD അല്ലേ. അപ്പോൾ പ്രിൻറ്റിങ് ചാർജ് എന്ന് എഴുതിയിട്ട് എമൗണ്ട് കോളത്തിൽ, ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് കോളത്തിൽ 750, 750 അല്ലേ. ദെൻ അടുത്ത പോയിൻ്റ് എന്താണ്, സാലറി നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുകയാണ്, നമുക്ക് വന്ന ചിലവാണ്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ PD എന്നല്ല അടയാളപ്പെടുത്തിയത്, സാലറീസ് 5000. അടുത്തതോ ക്യാരേജ് ഔട്ട്വേർഡ് പറഞ്ഞാൽ നമുക്ക് വണ്ടിക്കൂലിയാണ്, അത് പുറത്തേക്ക് സാധനങ്ങൾ
വിറ്റ സമയത്ത് നമുക്ക് വന്ന ചിലവാണ്. നമ്മൾ സാധനം വിറ്റപ്പോൾ അവർക്ക് വണ്ടിക്കൂലി നമ്മൾ തന്നെ കൊടുത്ത കണ്ടീഷനാണ് ക്യാരേജ് ഔട്ട്വേർഡ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്യാരേജ് ഇൻവേർഡ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എഴുതുക, ക്യാരേജ് ഔട്ട്വേർഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുക. മാറിപ്പോവരുത് കേട്ടോ. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വണ്ടിക്കൂലി ട്രേഡിംഗ് അക്കൗണ്ടിലും, സാധനങ്ങൾ വിറ്റാൽ കസ്റ്റമർക്ക് അവരുടെ വീട്ടിലെത്തിച്ചാൽ കൊടുക്കുന്ന വണ്ടിയുടെ കൂലിയില്ലേ, അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുമാണ് എഴുതേണ്ടത്. അപ്പോൾ ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് എഴുതിയിട്ട് PD എന്നാണ് നമ്മൾ എഴുതിയത്. അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ക്യാരേജ് ഔട്ട്വേർഡ് 500. പിന്നെ അടുത്തത് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയതാണ്, അപ്പോൾ നമ്മുടെ ഇൻകമാണ്. നമ്മൾ എഴുതി വെച്ചത് എന്താണ്? PC എന്നാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് എഴുതിയിട്ട് 2000. ദെൻ അടുത്ത പോയിൻ്റ് ബാഡ് ഡെറ്റ്സ്, കിട്ടാക്കടമാണ്. അത് നമ്മുടെ എക്സ്പെൻസ് ആണ്, PD എന്നാണ് എഴുതി വെച്ചത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ബാഡ് ഡെറ്റ്സ് ₹500. ഓക്കെ. ദെൻ അടുത്തൊരു പോയിൻ്റാണ് ഇൻഷുറൻസ് ചാർജാണ്. ഇൻഷുറൻസ് എന്നാൽ ചാർജ്, ഇൻഷുറൻസിൻ്റെ പ്രീമിയം ആയിട്ടോ ചാർജ് ആയിട്ടോ വരുന്നുണ്ട്. നമുക്ക് വരുന്ന ഒരു എക്സ്പെൻസാണ്. നമ്മൾ എഴുതിയത് PD എന്നാണ്. അപ്പോൾ ഇൻഷുറൻസ് ചാർജ് എന്ന് ഡെബിറ്റ് സൈഡിൽ എഴുതി എമൗണ്ട് കോളത്തിൽ 400. ദെൻ ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് നമ്മൾ അലൗ ചെയ്ത് കൊടുത്തതാണ്, നമുക്ക് കിട്ടേണ്ട ക്യാഷിൽ നിന്നും കുറച്ച് കൊടുത്തതാണ്. നമ്മുടെ എക്സ്പെൻസാണ്, അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഡിസ്കൗണ്ട് അലൗഡ് PD എന്നാണ് എഴുതിയത്. ഡെബിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് അലൗഡ് എമൗണ്ട് കോളത്തിൽ ₹650 650 ഓക്കെ. പിന്നെ ഡിസ്കൗണ്ട് അലൗ ചെയ്ത്, ഇനി ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് നമുക്ക് ക്യാഷ് ഫുള്ള് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് തരും അവർ. എത്ര രൂപ? ആ എമൗണ്ട് കുറച്ച് തന്നതാണ്. 750 രൂപ നമുക്ക് കുറച്ച് തന്നത് നമ്മുടെ ഇൻകമായിട്ട് നമ്മൾ പരിഗണിക്കുക. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് സൈഡിലും ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റ് സൈഡിലുമാണ് എഴുതേണ്ടത്. പലരും തെറ്റിക്കുന്ന ഭാഗം അവിടെയാണ്. പിന്നെ അഡ്വർടൈസ്മെൻറ്റ്, നമ്മുടെ ഒരു എക്സ്പെൻസാണ് അഡ്വർടൈസ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ അത് ഡെബിറ്റ് സൈഡിൽ PD എന്നാണ് എഴുതി വെച്ചത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ അഡ്വർടൈസ്മെൻറ്റ് എന്ന് എഴുതിയിട്ട് ₹440. ഇത്രയുമാണ് നമുക്ക് തന്ന ഐറ്റംസ്. നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ. ഇനി ഇതോടുകൂടി നിന്നോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തതുപോലെ തന്നെ 2 സൈഡും ടോട്ടൽ ചെയ്യാം. 2 സൈഡും ടോട്ടൽ ചെയ്തിട്ട് പെൻസിലുകൊണ്ട് എഴുതി വെക്കുക. ഇതുപോലെ പെൻസിലുകൊണ്ട് എമൗണ്ട് എഴുതി വെച്ചു. അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത് സൈഡിലാണോ കിട്ടുന്നത്, എവിടെ കിട്ടിയത്? 17,750 17,750 രൂപ എന്ന വലിയ സംഖ്യയാണ് നമുക്ക് കിട്ടിയത്. ഏത് സൈഡിൽ? ക്രെഡിറ്റ് സൈഡിൽ അല്ലേ? അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ആ സംഖ്യ കിട്ടിയതുകൊണ്ട് നമ്മൾ ടോട്ടൽ കോളത്തിൽ എഴുതി വെക്കുക 17,750 രൂപ. ഇനി എന്ത് ചെയ്യണം? 2 സൈഡിലും ടോട്ടൽ കോളത്തിൽ 17,750 രൂപ എന്ന് എഴുതി വെച്ചു. രണ്ടും ടോട്ടൽ ചെയ്ത എമൗണ്ട് കിട്ടുമോ? ഇല്ല. ഏത് സൈഡിലാണ് കുറവ് വരിക? യെസ്, ഡെബിറ്റ് സൈഡിൽ നമുക്ക് കുറച്ച് സംഖ്യ കുറവ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പം ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടോട്ടൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? യെസ്, ആ എമൗണ്ടിൽ നിന്ന് നമ്മുടെ ടോട്ടൽ കോളം 17,750 രൂപ കുറച്ചാൽ എത്ര കിട്ടും? എത്രയാണ് അതിൻ്റെ ഡിഫറൻസ്? 8,510 8,510 രൂപയുടെ കുറവുണ്ട്. അത് നമ്മൾ ആ എമൗണ്ട് കോളത്തിൽ എഴുതി. അതാണ് നമുക്ക് കിട്ടിയ ബാലൻസ്. അതായത് ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വന്നത്. അപ്പോൾ എന്തായിരിക്കും? നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്? യെസ്, നെറ്റ് പ്രോഫിറ്റ് ആണ്. ആ ബാലൻസ് ഡെബിറ്റ് സൈഡിൽ വന്നാൽ നെറ്റ് പ്രോഫിറ്റും ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ നെറ്റ് ലോസുമാണ്. ഈ നെറ്റ് ലോസും നെറ്റ് പ്രോഫിറ്റും ഒക്കെ നമ്മൾ പിന്നെന്താ ചെയ്യുക? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താ ചെയ്താൽ ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പറഞ്ഞു, പ്രിപ്പയർ ചെയ്യുന്ന രീതി പഠിച്ചു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ
പ്രിപ്പയർ ചെയ്യാം. അതിനൊരു ഫോർമാറ്റ് പറഞ്ഞു, അതിൻ്റെ ശേഷം ഒരു ക്വസ്റ്റ്യൻ വിത്ത് സോൾവ്ഡ് അല്ലേ, നമ്മളൊരു ക്വസ്റ്റ്യൻ ഇട്ടു, അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ നോക്കി. പിന്നെ നമ്മൾ പറഞ്ഞു അതിൻ്റെ ടിപ്പ്, അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ എന്നും, ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിൽ അത് എൻ്റെ ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ എന്നും പ്രത്യേകം നോക്കി ആദ്യം തന്നെ പെൻസിൽ കൊണ്ട് ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് കഴിയും, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.